ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മാക്സ് ബൈ ഗൂഗിൾ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഡിസ്കഷൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഈ ടോപ്പിക് വെച്ചിട്ടാണ്. സോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ് ശരിക്കും നമ്പർ സിസ്റ്റം. പക്ഷേ കഴിഞ്ഞ വർഷം NTPCയുടെ ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ചോദിച്ചിട്ടുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ടൈപ്പിൽ നിന്നും എടുത്തിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു വെക്കണം. അത് തന്നെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ എക്സാമിനേഷൻ ഹാളിൽ ലോക്കായി പോകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. When 268 is added to 6K8, the result is 9P6. What is the least possible value of K and P for which 9P6 is divisible by 3? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ലെങ്തി ആയിട്ടുള്ള ഈ കുറച്ച് ടേംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ 268 എന്ന് പറയുന്നത് എന്തുമായിട്ട് ആഡ് ചെയ്യുന്നു? ആഡഡ് ടു 6K8, 6K8 എന്ന് പറയുന്ന സംഖ്യയായിട്ട് ആഡ് ചെയ്യുന്നു. സോ ഈ അഡീഷൻ പ്രോസസ്സിൽ എന്താണ് കിട്ടുന്നത്? റിസൾട്ട് എന്ന് പറയുന്നത് 9P6 ആണ്. സോ നമ്മളിങ്ങനെയാണ് ചെറിയ ക്ലാസ്സുകളോട്ട് തന്നെ ആഡ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത് അല്ലേ. 9P6 കിട്ടും. വാട്ട് ഈസ് ദ ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് K ആൻഡ് P? 9P6 എന്ന് പറയുന്നത് എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിനർത്ഥം എന്താ? ഒരു സംഖ്യനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ സംഖ്യയുടെ ഡിജിറ്റുകളുടെ സം എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അല്ലെങ്കിൽ അക്കങ്ങൾ കൂടി കൂട്ടുമ്പോൾ ഇപ്പോൾ 9P6 എന്ന് പറയുന്ന സംഖ്യനെ 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, 9 പ്ലസ് P പ്ലസ് 6 എന്ന് പറയുന്ന ഇതിൻ്റെ അക്കങ്ങളുടെ തുകയെ എന്തെന്ന് പറയാം നമുക്ക്? ഈ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഈ അക്കങ്ങളുടെ തുകയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു സംഖ്യനെ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ സംഖ്യ എന്ന് പറയുന്നത് താഴെയുള്ള ഡിവൈഡ് ചെയ്യുന്ന സംഖ്യയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ്, നമുക്കറിയാം. സോ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, 9P6 അതായത് 9 പ്ലസ് P പ്ലസ് 6 എന്ന് പറയുന്ന ഈ സംഖ്യയുടെ ഡിജിറ്റുകളുടെ സം എത്ര വരിക? 9 പ്ലസ് 6 എന്ന് പറയുമ്പോൾ എത്രയാ? 15 ആയി. 15 പ്ലസ് P എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ആണല്ലോ P. ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന സംഖ്യ എന്തായിരിക്കണം? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതാണല്ലോ ഡിജിറ്റുകളുടെ സമ്മ്. അത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എടാ 15 ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലെ. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. P എന്ന് പറയുന്നത് എത്രയായിരിക്കണം? പറഞ്ഞിട്ടുണ്ട് ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് K ആൻഡ് P. Kക്കും Pക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ നമുക്കറിയാം. 15 ഓൾറെഡി 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ എന്തായാൽ മതി? ഈ P എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യ ആയിട്ടുള്ള 0 ആയിക്കഴിഞ്ഞാൽ എന്ത് വന്നു? 0 ആയിക്കഴിഞ്ഞാൽ സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്ത് വന്നു? 906 ആണ് സംഖ്യ എന്ന് പറയുന്നത്. സം ഓഫ് ഡിജിറ്റ് 15 വന്നു. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ 15 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 906 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ്. P എന്താ വന്നത്? P എന്ന് പറയുന്നത് 0 വന്നു. P 0 ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് എ റൈറ്റ് ആൻസർ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒബ്സർവ്, അത് മാത്രം ചെയ്താൽ മതി. ഒരൊറ്റ വാല്യൂ കണ്ടാൽ മതി. ഇനി P 0 ആയിട്ടുള്ള ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? K കണ്ടുപിടിക്കണം. എന്താ വരുന്നത്? P നമുക്ക് 0 കിട്ടി. അതായത് മനസ്സിലാക്കണം, നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് എടുക്കാം കേട്ടോ. ഇതിനൊന്ന് സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇവിടെ പറയുന്നത്. 6 8K അല്ലെ, 6K8 ഇതാണല്ലോ. ഇതിനെ 268 ആദ്യം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 268നെ 6K8 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? 9P6. 9P6 എന്ന് പറയുമ്പോൾ 9P എന്ന് പറയുന്നത് 0 കിട്ടി, 6. ഓക്കെ, K ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ വരുന്നത്? 8 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 16ലെ 6 ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ല, ബാക്കി 1 വന്നു. 1 പ്ലസ് 6 7 ആണ്. 7 പ്ലസ് K കൂട്ടുമ്പോൾ എന്ത് വരും? 0 വരണം. 7 പ്ലസ് K കൂട്ടുമ്പോൾ 7നോട് എന്ത് കൂട്ടിയാലാണ് 0 യൂണിറ്റ് ഡിജിറ്റ് ആയിട്ടുള്ള സംഖ്യ കിട്ടുക? എന്തായിരിക്കണം? 7നോട് കൂടിയിട്ട് K എന്ന് പറയുന്നത് 3 ആയിരിക്കണം. 7 പ്ലസ് 3 10. 10ലെ 0 ഇവിടെ ഇട്ടു. ബാക്കി എന്ത് വന്നു? 1 ഇവിടെ വന്നു. 1 പ്ലസ് 2 പ്ലസ് 6 എന്ന് പറയുന്നത് 9. ശരിയാണ്. അപ്പോൾ K എത്രയാണ്? K is what? K is exactly 3 ആണ് K എന്ന് പറയുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം K 3 ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് D ആണ്.
ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. കെ ഇസ് ഈക്വൽ ടു 3, പി ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഡിവിസിബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ കുറച്ച് അഡ്വാൻസ് ലെവലിലുള്ള ഡിവിസിബിലിറ്റി റൂളുകൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും റെയിൽവേക്കും SSCക്കും ഇപ്പോൾ ട്രെൻഡിങ് ആണ്. മനസ്സിലാക്കണം, പഠിക്കണം കേട്ടോ. സോ ദ നെക്സ്റ്റ് വൺ, സീ ദിസ് വൺ. ഈ ക്വസ്റ്റൻ എന്താ പറയുന്നത്? എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11 ഇഫ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11. ഒരിക്കലും അല്ല. ഇതെന്തോ സ്റ്റേറ്റ്മെന്റ് ഇവർ തെറ്റായിട്ട് തന്നിരിക്കുന്നതാണ്. ഇത് നോക്കണ്ട. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇത് നോക്കണ്ട കേട്ടോ, ഈ സെന്റൻസ് ശ്രദ്ധിക്കേണ്ട, അതെന്തോ തെറ്റായിട്ട് വന്നിരിക്കുന്നതാണ്, ക്വസ്റ്റ്യൻ എറർ ആണ്. പക്ഷെ ഇതിൽ പറയുന്ന കോൺസെപ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഓൾ ദ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 17. അതായത് താഴെ തന്നിരിക്കുന്ന ഏത് സംഖ്യയാണ് 1 മുതൽ 17 വരെയുള്ള എല്ലാ പ്രൈം നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് ചോദ്യം. സോ നമുക്കറിയാം ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഈ 1 മുതൽ 17 വരെയുള്ള പ്രൈം നമ്പറുകളിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിവിസിബിലിറ്റി റൂള് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സംഖ്യകൾ എന്ന് പറയുന്നത് 1 മുതൽ 17 വരെയുള്ളതിലെ ഒരു പ്രൈം നമ്പറാണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 1 മുതൽ 17 വരെയുള്ളതാണ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 13 എന്ന് പറയുന്നതും പ്രൈം നമ്പറാണ്, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഒരു സംഖ്യയെ ശ്രദ്ധിച്ചോ, 7 കൊണ്ടും 11 കൊണ്ടും 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാമെങ്കിൽ ആ സംഖ്യനെ 7 × 11 × 13 എന്ന് പറയുന്ന 1001 എന്ന് പറയുന്ന ഈ സംഖ്യ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. 7 × 11 × 13 1001 ആണ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിവിസിബിലിറ്റി റൂളിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും നിർബന്ധമായിട്ടും കാണണം. 7, 11, 13, 101, 231, 111 ഇതിന്റെ എല്ലാത്തിനും സെറ്റാണ്. ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അത് ചെയ്യണം കേട്ടോ. അത് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നാലും കുഴപ്പമില്ല. സോ 1001 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കണം. 1001 എന്ന് പറയുന്ന സംഖ്യ ഒരു മൂന്നക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ABC എന്ന് പറയുന്ന ഒരു മൂന്നക്ക സംഖ്യേനെ 1001 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ആ ABC എന്ന് പറയുന്ന 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ പോയി കാണുക. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ മനസ്സിലാക്കുക, 3 ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ അത് 1001 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സംഖ്യ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സംഖ്യേനെ അല്ലെങ്കിൽ ഈ 3 ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നതിനെ 1001 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1001 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ 3 ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്ന ഏത് സംഖ്യ ഉള്ളത്? ഓപ്ഷൻ ഇതല്ല 459, 545 അതുമല്ല. ഓപ്ഷൻ ഡി 150. അതായത് ഈ സംഖ്യ എങ്ങനെയായിരിക്കും? 150 × 1001 ആണ് ഈ സംഖ്യ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് 150 എന്ന് വരും. അപ്പോൾ എന്തായാലും ഈ സംഖ്യ 7, 11, 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സംഖ്യകൾ മാത്രമല്ല 1നും 17നും ഇടയിലുള്ളത് ഏതൊക്കെ സംഖ്യകളുണ്ട് നമുക്കറിയാം. 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. 2 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ ആ സംഖ്യ എന്ന് പറയുന്നത് 10 കൊണ്ട് ഡിവിസിബിൾ ആണ്. യെസ്, ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 10 ആണ്, 10 കൊണ്ട് ഡിവിസിബിൾ ആണ്. പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കുക. ബാക്കി സംഖ്യകളുണ്ട് 7, 11, 13 നമ്മൾ എടുത്തു. അതാണല്ലോ നമ്മൾ ആ സെറ്റ് ഓഫ് സംഖ്യകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ സെറ്റ് ഓഫ് സംഖ്യകളെ എല്ലാത്തിനും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഇതിന്റെ എല്ലാം ഡിവിസിബിലിറ്റി റൂള് ഫോളോ ചെയ്യുന്ന ഓപ്ഷൻ ഡി ഉണ്ട്. 3 ഡിജിറ്റുകൾ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണ്? സോ ദ നെക്സ്റ്റ് വൺ. യെസ്, 73^53 + 83^53 ഇതെന്താ വരുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണിത്. ഇതെന്താണെങ്കിൽ മനസ്സിലാക്കുക. ഇതിനു മുമ്പ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഞാൻ പറയാം. ഇതിൽ തന്നെ പറയാം, ശ്രദ്ധിക്കുക. അതായത് ഒരു സംഖ്യ a⁴n + b⁴n. ഓക്കെ, അതായത് എക്കും പവർ n ആണ്, ബിക്കും പവർ n ആണ്. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് ഒരു ഓഡ് സംഖ്യയാണെങ്കിൽ അതിൻ്റെ പവറായിട്ട് വരുന്നത് ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ മനസ്സിലാക്കുക, ഈ സംഖ്യേനെ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് a + b കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലാക്കി വയ്ക്കുക. a + b കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്കൊരു എക്സ്റ്റൻഷൻ ആയിട്ട് പറയാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മളിപ്പോൾ എന്തെടുക്കാറുണ്ട്? a³ + b³ എന്ന് പറയുന്ന സംഖ്യ അല്ലെങ്കിൽ a³ + b³ എന്ന് പറയുന്ന എക്സ്പ്രഷൻ. ഇവിടെ എന്താണ്? എയുടെ പവർ ഓഡ് നമ്പർ ആണ്, ബിയുടെ പവറും ഓഡ് നമ്പർ ആണ്. ഇതിന്റെ എക്സ്പാൻഷൻ എങ്ങനെ വരിക? a + b × എന്ത് വരും?
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ ആണല്ലോ. അതായത് ഒരു സംഖ്യയുടെ പവർ ഒറ്റ സംഖ്യയാണ്, ഈ സംഖ്യയുടെ പവറും ഒറ്റ സംഖ്യയാണ്. രണ്ട് ടേമുകളുടെ പവറുകൾ ഓഡ് നമ്പർ ആണെങ്കിൽ ആ എക്സ്പ്രഷനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? എടാ എ പ്ലസ് ബി ഇവിടെ ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എ പ്ലസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കളയാം, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ പറ്റും. അതായത് മനസ്സിലാക്കുക, പവർ ഓടാണെങ്കിൽ, മനസ്സിലായില്ലേ, പവർ ഓടാണെങ്കിൽ അതിനെ എ പ്ലസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം എ പ്ലസ് ബി എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷന്റെ ഒരു ഫാക്ടർ ആണ്, ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, എ പ്ലസ് ബി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പവർ ഓടാണെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഇവിടെ നോക്ക്, 73 53 ഓടാണ്, 53 ഓടാണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താ? 73 പ്ലസ് 83 എന്ന് പറയുന്നതാണ് എ പ്ലസ് ബി. രണ്ട് ടേമുകൾ ആഡ് ചെയ്താൽ 7 പ്ലസ് 8 150, 150 പ്ലസ് 3 പ്ലസ് 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 ആണ്. സോ 156 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ ഡിവൈഡ് ചെയ്യാം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ അടക്കം നമുക്ക് പറഞ്ഞു തന്നത്. ഈ എക്സ്പാൻഷനിൽ നമുക്ക് എ പ്ലസ് ബി ഫാക്ടർ ആണ്, അതുകൊണ്ട് തന്നെ എ പ്ലസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്ന് പറയുന്ന ഇതും എന്താണ്? ഒരു ഫാക്ടറാണ്. ഇതുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേമിനെ ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആണ്, വളരെ സിമ്പിൾ ആണ്, ബേസിക് ലോജിക് ആണ്. സോ ദ നെക്സ്റ്റ് വൺ, ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ, എന്താ വരുന്നത്? എന്താണ് വരുന്നത്? ഇഫ് എ നമ്പർ, വലിയൊരു നമ്പറാണ് തന്നിരിക്കുന്നത്, ഈസ് ഡിവിസിബിൾ ബൈ 3, എ ബി ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. എ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ഓക്കെ, then find the value of a minus 2 into a minus 1 into a plus 1 into a plus 2 into a plus 3 into a plus 4. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എടാ ഈ സംഖ്യനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ സംഖ്യനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, 934a6281 എന്ന് പറയുന്ന ഈ സംഖ്യ, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിജിറ്റുകളുടെ സം എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റുകളുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം? 3ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കണം. 3ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കണം ഡിജിറ്റിന്റെ സം. സോ നമുക്കൊന്ന് ഡിജിറ്റിന്റെ സം എടുത്ത് നോക്കാം. അതായത് എന്ത് വരും? 9 ഇവിടെ ഉണ്ട്, 6 പ്ലസ് 3 9, 18ആയി. 18 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 27ആയി. 27 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 33ആയി. 33 പ്ലസ് എ, അതായത് മനസ്സിലാക്കുക, 33 പ്ലസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കണം, അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം 33 പ്ലസ് എ. മനസ്സിലാക്കുക, ഇവിടെ എന്താ പറയുന്നത്? എ എന്ന് പറയുന്നത് എ ബി ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. എ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. മനസ്സിലാക്കുക, ഈ 33നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എക്ക് 0 കൊടുക്കാനായിട്ട് പറ്റില്ല. എക്ക് 0 കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? എ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക? അടുത്ത സംഖ്യ എടുക്കുക. എന്താണ്? 33 പ്ലസ് എ 3ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒന്നുകിൽ 0 ആയിരിക്കണം. 0 പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 3 ആയിരിക്കണം. 33 പ്ലസ് 3 36 വരും. 36 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. വളരെ സിമ്പിൾ. എ എന്ത് കിട്ടി? 3 കിട്ടി. എ 3 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എ മൈനസ് 2 ഇതിന്റെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എ മൈനസ് 2 എന്ന് പറയുന്നത് എന്താ? എ മൈനസ് 2 എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു എ മൈനസ് 1 എന്ന് പറയുന്നത് എന്താ? എ മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 വരും. ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എന്താ? എ എന്ന് പറയുന്നത് 3 ആണ്. ഇൻറ്റു എ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഇൻറ്റു എ പ്ലസ് 2. എ പ്ലസ് 2 എന്ന് പറയുന്നത് എന്ത് വരും? എ പ്ലസ് 1 4. എ പ്ലസ് 2 എന്ന് പറയുന്നത് 5 വരും. 5 ഇൻറ്റു എ പ്ലസ് 3 പ്ലസ് എ പ്ലസ് 4. എ പ്ലസ് 3 എന്ന് പറയുന്നത് 6 ആണ്. എ പ്ലസ് 4 എന്ന് പറയുന്നത് 7 ആണ്. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ആൻസർ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യേണ്ട. ഇതിനെ നമുക്ക് 7 ഫാക്ടോറിയൽ എന്നൊക്കെ പറയാം. 7 ഫാക്ടോറിയൽ അറിയുന്നവർക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്ത് പോകാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നോക്കുക, എന്താ വരുന്നത്? സിമ്പിളായിട്ട് പറയാം, 2 ഇൻറ്റു 5 എത്രയാണ്? 10. 10 അവിടെ എന്തായാലും വരുന്നുണ്ട്. ആൻസർ എന്ന് പറയുന്നത് 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ ഓപ്ഷൻ എ അല്ല, അല്ലെ? ലാസ്റ്റ് ഡിജിറ്റ് ഒരു 0 വരുന്നുള്ളൂ, അല്ലെ? 5 ഇൻറ്റു 2, അത് 5ന്റെയും 2ന്റെയും ഒരു കോമ്പിനേഷൻ വന്നാൽ ആൻസറിൽ എന്താണ്? 10. ഒരു ഡിജിറ്റ് 0 ആണെന്നാണ്. വീണ്ടും ഒരു 5ഉം 2ഉം വന്നാൽ അതെന്താണ്? 10 ഇൻറ്റു 10 100 വരുന്ന അറിയാം. 100ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. ഇവിടെ വേറൊരു 5ഉം 2ഉം ഇല്ല, ആകെ ഒരു 2ഉം ഒരു 5ഉം ഉള്ളൂ. അതുകൊണ്ട് 10ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ എന്താണ്? 100ന്റെ മൾട്ടിപ്പിൾ അല്ല. ലാസ്റ്റ് 2 ഡിജിറ്റ് 0 അല്ല. ഓക്കെ, ഫൈൻ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, എന്താ വരുന്നത്? നമുക്ക് നോക്കാം. ബാക്കി വരുന്നത് എന്താണ്? ഒരു ഡിജിറ്റാണ് 0. ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഡി ആണ് വരിക.
സോ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഡിജിറ്റ് എടുത്ത് നോക്കാം. 2 × 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 × 2 10 നമുക്ക് ഓൾറെഡി പറഞ്ഞു. 5 × 2 10 പറഞ്ഞു. ഓക്കെ, ഇനി ബാക്കിയുള്ള ഡിജിറ്റുകളൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. 3 × 4 എന്ന് പറയുമ്പോൾ 12. 12 വരുന്നത്. 12 ഓൾറെഡി 10 ഉണ്ട് കേട്ടോ, അവിടെ 10 ഉണ്ട്, 12 ഉണ്ട്. അതുപോലെ തന്നെ എന്ത് വരാം? 6 × 7 എന്ന് പറയുമ്പോൾ 42. 42 വരുന്നത്. സോ മനസ്സിലാക്കുക, 12-ലെ 2-ഉം 42-ലെ 2-ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സംഖ്യയുടെ അവസാന ഡിജിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 4 വരും, പിന്നെ ഒരു 0 വരും അല്ലേ? 10 ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ. 4 0 വരുന്ന ഒരേ ഒരു ഓപ്ഷനുള്ള ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. അല്ലാതെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒബ്സർവ് ദ ലാസ്റ്റ് ഡിജിറ്റ്, അത് മാത്രം ചെയ്താൽ മതി. ആ ഒരു ബേസിക് കോമൺ സെൻസ് നമ്മൾ ബിൽഡ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, നല്ലപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് ഈസ് നെക്സ്റ്റ് വൺ. ഇത് റെയിൽവേയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ശ്രദ്ധിക്കാം, 2.38 ബാർ. ഈ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ബാർ എന്ന് പറഞ്ഞാൽ ആ ഡിജിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ 2.38, 8ന്റെ മുകളിൽ ബാർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക 2.388888 ഇങ്ങനെ 8 മാത്രം റിപ്പീറ്റ് ചെയ്യും. 8 മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കാരണം 8ന്റെ മുകളിൽ മാത്രമാണ് ബാർ ഉള്ളത്. 8ന്റെ മുകളിൽ ബാർ ഉള്ളത് കൊണ്ട് 8 എന്ന് പറയുന്ന സംഖ്യ മാത്രം ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതിനെങ്ങനെയാണ് ഒരു റാഷണൽ ഫോമിലേക്ക് എഴുതുക, അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം. മനസ്സിലാക്കുക, 2.38 ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. 2.388ന് ബാർ. ഓക്കെ അല്ലേ? ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡെസിമൽ പോയിന്റിന് ശേഷം ശ്രദ്ധിക്കണേ, ഡെസിമൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള സംഖ്യകളാണ് ഡെസിമൽ പാർട്ട്. ഡെസിമൽ പാർട്ടിലെ എത്ര സംഖ്യക്കാണ് ബാർ ഉള്ളത്? ഒരൊറ്റ സംഖ്യക്ക് മാത്രം ബാറുള്ളൂ. അതുകൊണ്ട് ഡിനോമിനേറ്റർ ആണ് നമ്മൾ ഫസ്റ്റ് എഴുതുന്നത്. ഡിനോമിനേറ്ററിൽ ഒറ്റ സംഖ്യക്കാണ് ബാർ ഉള്ളത് കൊണ്ട് ഒരു 9 മാത്രം ഇടുക. ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു സംഖ്യക്ക് മാത്രമാണ് ബാർ ഉള്ളത്. എത്ര സംഖ്യക്കാണോ ബാർ അത്ര എണ്ണം 9 ഇടണം. ഒരു എണ്ണമാണ് ആവശ്യമുള്ളൂ, കാരണം ഒരു നമ്പറിനെ ബാറുള്ളൂ, ഒരു 9 എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ അല്ലേ? ഡെസിമൽ പാർട്ടിൽ എത്ര സംഖ്യക്ക് ബാർ ഇല്ല? ഡെസിമൽ പാർട്ടിൽ മാത്രം കേട്ടോ 3ന് ബാറില്ല. ഒരു സംഖ്യക്കാണ് ബാർ ഇല്ലാത്തത്. ബാർ ഇല്ലെങ്കിൽ 0 കൊടുക്കുക. ബാർ ഇല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ 0 കൊടുക്കുക. അതായത് ഡിനോമിനേറ്റർ 90 വരും. ഒരു സംഖ്യക്ക് ബാർ ഉള്ളത് കൊണ്ട് ഒരു 9 കൊടുത്തു. ഡെസിമൽ പാർട്ടിലെ ഒരു സംഖ്യക്കാണ് ബാറെങ്കിൽ ഒരു 9 കൊടുക്കുക. ഡെസിമൽ പാർട്ടിലെ 2 സംഖ്യക്കാണ് ബാറെങ്കിൽ എന്ത് ചെയ്യുക? 2 9 കൊടുക്കുക. ക്ലിയർ ആണ്? പിന്നെ ന്യൂമറേറ്റർ ഈ സംഖ്യേനെ ഡെസിമൽ പോയിന്റ് കളഞ്ഞിട്ട് ഈ സംഖ്യേനെ ചുമ്മാ എഴുതുക 238 മൈനസ് എന്താ ചെയ്യണ്ടേ? എത്ര സംഖ്യക്ക് അല്ലെങ്കിൽ ഏതിനാണ് ബാർ ഇല്ലാത്തത്? 23 അല്ലെങ്കിൽ 2 3. ഡെസിമൽ പോയിന്റ് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ മൊത്തം ഡെസിമൽ പാർട്ടിനെ അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റിനെ കൺസിഡർ ചെയ്യാത്ത പരിപാടിയാണ് ഇവിടെ ന്യൂമറേറ്റർ മൊത്തം അല്ലേ? 238 ഡെസിമൽ പാർട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്തില്ല. ഡെസിമൽ പോയിന്റിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. 23 എടുത്തപ്പോൾ 2.3 ആണ്, പക്ഷെ നമ്മൾ 23 എടുത്തേ. ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യില്ല? ഡെസിമൽ പോയിന്റിനെ കൺസിഡർ ചെയ്യാതെയാണ് ആ ഓപ്പറേഷൻ നടത്തുന്നത്. 238 മൈനസ് 23 എന്ന് പറയുമ്പോൾ എത്രയാണ്? 23 എന്ന് പറയുമ്പോൾ 238 അല്ലേ? യെസ് 1 സെക്കൻഡ്. 238 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 1 3 അല്ലേ? സോറി 2 അല്ലെ 215. 215 ന്യൂമറേറ്ററിൽ വരിക ഡിവൈഡഡ് ബൈ 90. ഇതാണ് എന്തെന്ന് പറയുന്നത്? 2.38 ബാർ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? അടുത്തതുണ്ട് 0.54 ബാർ ഉണ്ട്. 0.54 ബാർ. 4ന് മാത്രമാണ് ബാർ ഉള്ളത്. നമുക്കറിയാം ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ എത്ര സംഖ്യയ്ക്ക് ഡെസിമൽ പാർട്ടിൽ ബാർ ഉണ്ട്? ഒരു സംഖ്യയ്ക്കാണ് ബാർ ഉള്ളത്, ഒരു 9 ഇടുക. എത്ര സംഖ്യയ്ക്ക് ഡെസിമൽ പാർട്ടിൽ ബാർ ഇല്ല? ഒരു സംഖ്യയ്ക്ക് ഇല്ല, സോ 90. ന്യൂമറേറ്ററിൽ എന്താണ്? 54 അതേപോലെ എഴുതുക. മൈനസ് ബാറില്ലാത്ത എത്രയാണ്? 5നാണ് ബാറില്ലാത്തത്, സോ ഡിവൈഡ് -5. 54 - 5 എന്ന് പറയുമ്പോൾ എന്ത് വരും? 51 വരും. 51 ഡിവൈഡഡ് ബൈ 90. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിവൈഡഡ് ബൈ നമ്മളെ പച്ച ലൈൻ എന്തായിട്ട് എടുത്തു? ഡിവിഷൻ ആയിട്ട് എടുത്തു. എന്ത് വരും? നമുക്കറിയാം 90 വെട്ടിപ്പോയി. എന്താണ് ആൻസർ? 215 ഡിവൈഡഡ് ബൈ 51 എന്ന് പറയുന്നതാണ് ആൻസർ. സോ മനസ്സിലാക്കുക, എന്തായാലും ഡിനോമിനേറ്ററിൽ 51 വരും. ഡിനോമിനേറ്ററിൽ 51 വരും. ഇവിടെ 51 അല്ല, ഇവിടെ 51 അല്ല, ഇവിടെ 51 അല്ല. ഓപ്ഷൻ സിയിൽ മാത്രമാണ് 59. 51 5 and 26/51 എന്ന് പറയുന്ന ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ജസ്റ്റ് ഒബ്സർവ്. ഇതിന്റെ ഫൈനൽ ആൻസറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് സോൾവ് ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് വരിക? 5 and 26/51 എന്ന് പറയുന്ന ആൻസർ തന്നെയാണ് വരിക. മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. സോ ദ നെക്സ്റ്റ് വൺ.
സി ലിസൺ ഹിയർ. ഇഫ് എ 6-digit നമ്പർ, ഒരു ആറക്ക സംഖ്യേനെ നമ്മൾ എന്താണ്, ഇതാണ് ആറക്ക സംഖ്യ, ഈസ് ഡിവിസിബിൾ ബൈ 11. 11ന്റെ ഡിവിസിബിലിറ്റിക്കുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യും കേട്ടോ. ഓക്കെ, കാരണം അതൊരു വേറൊരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, എടാ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസും അപ്രോച്ചുകളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയുന്നു, SSC റെയിൽവേ എക്സാമുകൾക്ക് വേണ്ട എല്ലാ കംപ്ലീറ്റ് വീഡിയോസും നമ്മൾ ചെയ്യും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഫുള്ളി ഫ്ലെഡ്ജഡ് ആയിട്ട് തന്നെയാണ് ഫുൾ പരിപാടികൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക. പിന്നെ ഷോർട്സിന്റെ ഭാഗത്തിൽ നമ്മൾ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും ഷോർട്ട് കട്ട് മെത്തേഡുകളും കാൽക്കുലേഷൻ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള ചില മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എല്ലാ വീഡിയോയും കാണണം. നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതെന്താ വരുന്നത്, 6 ഡിജിറ്റുള്ള ഒരു നമ്പർ N84 M69. ഓക്കെ, ഈസ് ഡിവിസിബിൾ ബൈ, പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇപ്പോൾ ഞാൻ എല്ലാം മറ്റേ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം തന്നെ ചെയ്യുന്നതുകൊണ്ട് എഡിറ്റ് ചെയ്യണതിലൊക്കെ ചില ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ചില ഭാഗത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവാത്ത രീതിയിലും, അല്ലെങ്കിൽ ഞാൻ മൂവ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലർ പോലെ അല്ലെങ്കിൽ ഒരു ഗ്ലിച്ച് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. കാരണം നമുക്ക് പറ്റാവുന്ന പരിമിതമായിട്ടുള്ള ഒരു ടെക്നിക്കൽ ഫെസിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സും കാര്യങ്ങളും വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികളുണ്ട്. ചിലപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ എഡിറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ക്ലാരിറ്റിയുടെ പ്രശ്നം കൊണ്ടോ അങ്ങനെയൊക്കെ വരാം, വീഡിയോൻ്റെ ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷെ പറയുന്ന കണ്ടന്റിൽ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. കണ്ടന്റ് എന്ന് പറയുന്നത് 100% പ്യുവർ ആയിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടിയിട്ടായിരിക്കും കണ്ടന്റ് ഡെലിവറി ഉണ്ടായിരിക്കുക. വീഡിയോന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങളിൽ ചെറിയ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കാം, പക്ഷെ എന്താണ്, കണ്ടന്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത്രയും ബെസ്റ്റ് കണ്ടന്റ്, ബെസ്റ്റ് അപ്രോച്ചിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് നമ്മൾ മൂവ് ചെയ്യണതിൻ്റെ, മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. സോ എല്ലാവരും ഇതേപോലെ തന്നെ സപ്പോർട്ടീവായിട്ട് നിൽക്കുക. എന്നാലാണ് നമുക്കും അതിൻ്റെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത്രയും സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് തരാനായിട്ട് പറ്റുക കേട്ടോ. സോ യെസ്, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കഥ നിർത്തി നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താണ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡിജിറ്റ് അല്ലാത്ത വേറെ മെത്തേഡുകളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, N+4 +6 അല്ലെ, അതായത് 10+N എന്ന് പറയുന്നത് 10+N എന്ന് പറയുന്ന ഡിജിറ്റുകളുടെ സമ്മും, അതുപോലെ തന്നെ 8+M+9 അതായത് 17+M അല്ലെ, 17+M എന്ന് പറയുന്ന ഈ രണ്ട് സെറ്റ് ഓഫ് ഡിജിറ്റുകളുടെ ഡിഫറൻസ് എന്തായിരിക്കണം, 0യോ അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 0 എടുത്തു. ഓക്കെ, എന്ത് വരും, 10 - 7 എന്ന് പറയുമ്പോൾ -7 വരും. അതായത് N - M -7 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതായത് N - M എന്ന് പറയുന്നത് എന്തായിരിക്കണം, 7 ആയിരിക്കണം. N - M 7 വരുന്നുണ്ടോ? N - M 7 വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നേരെ തിരിച്ച് M - N എന്ന് പറയുന്നത് എന്ത് വരും, -7 വരും. രണ്ടും സെയിം അല്ലേ, രണ്ടും സെയിം ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ, ഒന്നുമില്ല. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ സംഖ്യയുടെ ഓൾട്ടർനേറ്റ് ഡിജിറ്റുകളെ ആഡ് ചെയ്യുക. അപ്പോൾ 2 സെറ്റ് ഓഫ് ഡിജിറ്റുകൾ കിട്ടും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡിജിറ്റുകളുടെ സമ്മ്. അപ്പം എന്താണ്, 2 സെറ്റ് കിട്ടും. 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലോ, ആ 2 സെറ്റുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 0 11ന്റെ മൾട്ടിപ്ലോ ആയിരിക്കണം കേട്ടോ. 11, 22, 33 അങ്ങനെ മൾട്ടിപ്ലോ ആയിരിക്കണം. ദിസ് ഇസ് വെരി സിമ്പിൾ. സോൾവ് ദിസ് വൺ. നോക്കിക്കോ. The sum of 3 consecutive multiples of 8. 8ന്റെ അടുത്തടുത്ത് വരുന്ന 3 മൾട്ടിപ്പിളുകളുടെ സമ്മ് 24 ആണ്. 24. ഫൈൻഡ് ദ ലാർജസ്റ്റ് വൺ. ശ്രദ്ധിച്ചോ, 8ന്റെ ഒരു മൾട്ടിപ്പിളിനെ നമുക്ക് എന്തെന്ന് എഴുതാം, 8x എന്ന് എഴുതാം അല്ലേ. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാവുന്ന ഒരു സംഖ്യ, അല്ലെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 8 × x. x ഈസ് എനി പോസിറ്റീവ് ഇൻറ്റീജർ അല്ലെങ്കിൽ എനി ഇൻറ്റീജർ അല്ലെ. 8 × x എന്ന് പറയുമ്പോൾ x-ന് 1 കൊടുത്താൽ 8x എന്ന് പറയുന്നത് എത്രയാണ്, 8 തന്നെയാണ്. 8 മൾട്ടിപ്പിൾ ആണ്. 8 × 2 എത്രയാണ്, 8ന്റെ മൾട്ടിപ്പിൾ ആണ് 16. 8 × 3 എത്രയാണ്, 24, 8ന്റെ മൾട്ടിപ്പിൾ ആണ്. 8 × 4 എത്രയാണ്, 32, 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 8 × x എന്ന് പറയുന്നതാണ് 8ന്റെ ഒരു മൾട്ടിപ്പിൾ. അടുത്ത മൾട്ടിപ്പിൾ ഏതാ, അതായത് സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ്, അടുത്തടുത്ത് വരുന്ന മൾട്ടിപ്പിളുകളാണ്. 8x ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ രണ്ടാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എത്രയാ, 8x അതിനോട് കൂടിയിട്ട് എന്താണ്, 8 കൂട്ടിയതാണ് അല്ലേ. എടാ നോക്ക്, 8 × 1 എന്ന് പറയുന്ന 8 ആണ്. 8 × 2 ഓക്കെ, 2 എടുക്കാം. 8 × 2 എന്ന് പറയുന്നതാണ് 8ന്റെ ഒരു മൾട്ടിപ്പിൾ എന്ന് വിചാരിക്കുക. 8 × 2 എത്രയാണ്, 16 ആണ് അല്ലെ. 8ന്റെ അടുത്ത മൾട്ടിപ്പിൾ കിട്ടണമെങ്കിൽ എന്താണ്, 8ന്റെ അടുത്ത മൾട്ടിപ്പിൾ കിട്ടണമെങ്കിൽ മനസ്സിലാക്കുക, നമുക്കറിയാം ഈ 16നോട് കൂടിയിട്ട് 8 കൂട്ടിയാൽ മതി.
അതായത് 8 ഇൻറ്റു 2 എന്ന് പറയുന്ന 8x കൂടിയിട്ട് ഒരു 8ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം 24 എന്ന് പറയുന്ന മൂന്നാമത്തെ മൾട്ടിപ്പിൾ കിട്ടും, അല്ലെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ കിട്ടും. സെറ്റാണ് അല്ലേ? സോ മനസ്സിലാക്കി വയ്ക്കുക, വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 8x ആണ് ഒരു മൾട്ടിപ്പിൾ എങ്കിൽ എന്ത് ചെയ്യാം, 8 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, x+1 ആണ് അടുത്ത മൾട്ടിപ്പിൾ. ഓക്കെ അല്ലേ? കാരണം 8x + 8 ഇത് തന്നെയാണ്, സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. സോ 8x + 8x + 8 ഇതാണ് ഫസ്റ്റ് മൾട്ടിപ്പിൾ, ഇത് രണ്ടാമത്തെ മൾട്ടിപ്പിൾ. മൂന്നാമത്തെ മൾട്ടിപ്പിൾ ഏതാണ്, 8x പ്ലസ് എന്ത് വരും, ഈ 8x + 8നോട്, അതായത് ഇതിനോട് കൂടിയിട്ട് വീണ്ടും ഒരു 8 ആഡ് ചെയ്താൽ അടുത്ത മൾട്ടിപ്പിൾ കിട്ടും. 8x + 8 + 8 16. സോ ഇതാണെന്ന് പറയുന്നത് മൂന്നാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണത്തിന്റെ സം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നത് 24 24 24 24 എന്ന് പറയുന്നതാണ് ഈ മൂന്നെണ്ണത്തിന്റെ സമ്മ്. ക്ലിയർ ആണ് അല്ല? ഞാൻ ഈ സൈഡിലേക്ക് എഴുതാം, 24 24 എന്ന് പറയുന്നത് സമ്മ്. എടാ എന്താ വരുന്നത്, എന്താ കണ്ടുപിടിക്കേണ്ടത്, ലാർജസ്റ്റ് വൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാർജസ്റ്റ് വൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. 8x + 8x 16 24, 24x + 8 + 6 24 ആണ്. സോ 24x + 24 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇവിടെ 24 24 എന്ന് പറയുന്നത്. 24നെ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ എന്ത് വരും, x+1 = what, 24 24 എന്ന് വരും. ഓക്കെ, ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവണം എന്താണെന്ന്. ഇത് കാണുമ്പോഴേ അറിയണം, നമുക്കറിയാം ഒരു സംഖ്യ AB എന്ന് പറയുന്ന സംഖ്യ, അതിനോട് കൂടി 101 മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുക, AB എന്ന് പറയുന്ന സംഖ്യ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റിലേക്ക് എത്തുക. അതായത് മനസ്സിലാക്കുക, 24നെ 101 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമാണ് 2424 എന്ന് പറയുന്ന എക്സ്പ്രഷനിലേക്ക് എത്തുന്നത്. വളരെ ക്ലിയർ ആണ്. സോ മനസ്സിലാക്കുക, x+1 എന്ന് പറയുന്നതാണ് 24ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. x+1 എത്രയായിരിക്കും, 101 ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 24നെ അങ്ങോട്ട് കൊണ്ടൊക്കോ, 24നെ ഡിവൈഡ് ചെയ്തോ, എന്ത് വരും 101 വരും. x+1 101 ആണ്. അങ്ങനെയാണെങ്കിൽ x എത്രയാ, x+1 101 ആണെങ്കിൽ മനസ്സിലാക്കുക, x എന്ന് പറയുന്നത് എന്ത് വരും, x എന്ന് പറയുന്നത് 100 അല്ലേ, x എന്ന് പറയുന്നത് 100 ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്, ലാർജസ്റ്റ് നമ്പർ. ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താ, ഇതാണ് ലാർജസ്റ്റ് നമ്പർ, ഇതാണ് അവസാനം എഴുതിയത്. 8x + 6 ആണ് ലാസ്റ്റ് ഡിജിറ്റ്, ലാസ്റ്റ് നമ്പർ, അത് കണ്ടുപിടിക്കണം. അതായത് 8 ഇൻറ്റു x എന്ന് പറയുമ്പോൾ x 100 ആണ്, 800 + 16 816 ആയിരിക്കും എന്തെന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ, ആൻഡ് ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് എമംഗ് ദീസ് മൾട്ടിപ്പിൾസ് ഓഫ് 8. ക്ലിയർ ആണ്? സെറ്റ് അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല, ചുമ്മാ ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ആ പരിപാടിയുള്ളൂ. പക്ഷെ എന്താണ്, എടുക്കുന്ന പേഴ്സ്പെക്റ്റീവ് എന്തായിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് സത്യം. സോൾവ് ദിസ്. ഓൺലി ഗുഡ് ക്വസ്റ്റ്യൻസ്, ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എ 6 ഡിജിറ്റ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 91. ഒരു സംഖ്യേനെ 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ സംഖ്യേനെ 2 കോപ്രൈം സംഖ്യകളുടെ മൾട്ടിപ്പിൾ ആക്കി എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കുക 91ന്റെ ഡിവിസിബിലിറ്റി ഓർത്തു വെച്ചോ. എന്താണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം അതിൻ്റെ, അല്ലെങ്കിൽ 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. കാരണം എന്താ, 7 ഇൻറ്റു 11 7 ഇൻറ്റു 13 ആണ് എന്തെന്ന് പറയുന്നത് 70, 21 91 എന്ന് പറയുന്നത് 91 എന്ന് പറയുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണല്ലോ? ഒരു 6 ഡിജിറ്റ് നമ്പറാണ്, 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇഫ് 143 ഈസ് ആഡഡ് ടു ദിസ് നമ്പർ, ദ റിസൾട്ടിംഗ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ. അതായത് 91ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു 6 അക്ക സംഖ്യ, 91ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു 6 അക്ക സംഖ്യ, അല്ലെങ്കിൽ എന്ത് പറയാം, 91 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 6 ഡിജിറ്റ് നമ്പർ. അതായത് അർത്ഥം എന്താ, 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ സംഖ്യ 91ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇപ്പൊ 91നെ 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 910നെ 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9100നെ 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 91000നെ 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ എത്ര ഡിജിറ്റ് ആയി, 1 2 3 4 5, ഒരു ഡിജിറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഈ സംഖ്യനെ എന്ത് ചെയ്യാം, 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 അക്ക സംഖ്യയാണ്, 91ന്റെ മൾട്ടിപ്പിൾ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണിത്, ആണല്ലോ. ഈ സംഖ്യനെ 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനോട് കൂടി, ഇതൊരു എക്സാമ്പിൾ എടുത്താണ് കേട്ടോ, ഇതിനോട് കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, 143 ആഡ് ചെയ്യുന്നു, 143 ആഡ് ചെയ്തു. ഈ സംഖ്യനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് ചോദ്യം. എടാ സിമ്പിൾ അല്ലേ, എന്താ നോക്കിയേ, നോക്കിയേ 91,000നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, നമുക്ക് 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിനെ 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, അതിനെ 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ, സെറ്റാണ്. അതായത് 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 13 കൊണ്ടും ഈ സംഖ്യനെ മാത്രം ഡിവൈഡ് ചെയ്യാം. ഏത് സംഖ്യനെ, ഈ സംഖ്യനെ മാത്രം ഡിവൈഡ് ചെയ്യാം.
അടുത്ത സംഖ്യ നോക്ക്. അടുത്തെന്ന് പറയുന്നത് എന്താ? 143. 143 എന്ന് പറഞ്ഞ സംഖ്യനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 143 നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം എന്താ? 143 എന്ന് പറയുന്നത് 13 ഇൻറ്റു 11. 13 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോവും. 13 ഡിവിസിബിൾ ആണ്. അതായത് ഈ സംഖ്യനെ നമുക്ക് എന്ത് ചെയ്യാം? 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ സംഖ്യനെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ 91ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ 6 അക്ക സംഖ്യനെ 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ ഈ സംഖ്യനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അതായത് മനസ്സിലാക്കുക, ഈ 6 അക്ക സംഖ്യനെ 143 ആഡ് ചെയ്തപ്പോൾ ഈ സംഖ്യയിലും ഡിവിസിബിൾ ആവണം. ഈ സംഖ്യയിലും ഡിവിസിബിൾ ആയിട്ടുള്ള ഏത് സംഖ്യയുള്ള 13. 13 ഇവിടെ ഡിവിസിബിൾ ആണ്. 13 എന്ന് പറയുന്നത് എവിടെയും ഡിവിസിബിൾ ആണ്, ഇവിടെയും ഡിവിസിബിൾ ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ 13 ആയിരിക്കും ഈ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന സംഖ്യനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആണ്. അതായത് 13 എവിടെയൊക്കെ ഉണ്ട്? 13 ഇവിടെയുണ്ട്, 13 ഇവിടെയുണ്ട്. കാരണം ഇതിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെയും 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിനർത്ഥം ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഗോട്ട് ഇറ്റ്? വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി വെക്കുക. യെസ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് solve this one. It's a beautiful question. ശ്രദ്ധിച്ചു നോക്കിയാൽ, ഫോർ എ പോസിറ്റീവ് ഇൻറ്റിജർ ബി ഗ്രേറ്റർ ദാൻ 1, ബി എന്ന് പറയുന്നത് 1-നേക്കാൾ വലുതാണ്. ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, ഈ രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. 3, 4 കോപ്രൈം നമ്പറുകളാണ്. അത് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. അതുകൊണ്ട് 3ന്റെ ഡിവിസിബിലിറ്റിയും ഫോളോ ചെയ്യണം, 4ന്റെ ഡിവിസിബിലിറ്റിയും ഫോളോ ചെയ്യണം. ലെങ്തി ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് പോകുന്നില്ല. സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഏതൊക്കെ സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യണേ? 6, 3, 4, 4 എന്ന് പറയുന്ന സംഖ്യനെയും അതുപോലെ തന്നെ 4, 2, B8 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന സംഖ്യനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബിക്കുള്ള വാല്യൂ, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? നമുക്ക് സിമ്പിളായിട്ട് എന്തെന്ന് എഴുതാം? 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാമെന്ന് എഴുതാം. 3ഉം വെട്ടിപ്പോണം, അതുപോലെ തന്നെ 4ഉം വെട്ടിപ്പോണം, അല്ലേ? 4ഉം വെട്ടിപ്പോണം. അതാണല്ലോ സംഭവം എന്ന് പറയുന്നത്. ഫസ്റ്റ് സംഖ്യ എടുക്കുക, 6 + 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഏതാണെന്ന് നോക്കാം. 6 + 3 9, 9 + 4 + 4 എത്രയാണ്? 8, 9, 17. അത് 3 നോക്കണ്ട. അതിനൊക്കെ മുമ്പ് എന്ത് മാത്രം നോക്കിയാൽ മതി? ഇവിടെ ഒറ്റ കാര്യം, 44 ലാസ്റ്റ് 2 ഡിജിറ്റ്, ലാസ്റ്റ് 2 ഡിജിറ്റ് 4ലും ഡിവിസിബിൾ ആണ്. സോ 4 ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോവും, 4 ഡിവിസിബിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി ആരും കൂടെ വെട്ടിപ്പോണം? 3ഉം കൂടെ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോണം. 3 വെട്ടിപ്പോണം. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോയാൽ പോരെ? ഇതിൽ ഡിവിസിബിൾ ആണോ നോക്കുക. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്? 4 2 B8, 4 + 2. ശ്രദ്ധിച്ചോ, 4 + 2 6 ആണ്. 6 + 8 എന്ന് പറയുമ്പോൾ 14 ആണ്. 14നോട് കൂടി ബി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഡിജിറ്റുകളുടെ സമ്മാണല്ലോ. ഡിജിറ്റുകളുടെ സമ്മ് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇവിടെ എന്താ വരുന്നത്? 14 അല്ലേ വരുന്നത്? 14 + B. 14 + Bനെ 3ന്റെ മൾട്ടിപ്പിൾ ആക്കണമെങ്കിൽ ബിക്ക് എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. പക്ഷെ 1 കൊടുക്കാൻ പറ്റുമോ? ബി ഈസ് ഗ്രേറ്റർ ദാൻ 1. ബിക്ക് 1 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ആളാരാ? അടുത്തെന്ന് പറയുമ്പോൾ 4 കൊടുത്താൽ മതി. 14 + 4 18 വരും. 18 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ബി ഈസ് വാട്ട്? ബി ഈസ് 4. ബി ഈസ് വാട്ട്? ബി ഈസ് 4. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ, വളരെ ഈസി. ശ്രദ്ധിക്കണം, ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. സം ഓഫ് ഡിജിറ്റ് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. സോ ദ നെക്സ്റ്റ് വൺ ഈസ്, see this one, the greatest natural number which exactly divides the product of any 4 consecutive natural numbers. അതായത് ഏത് വലിയ സംഖ്യ കൊണ്ടാണ് നമുക്ക് 4 അടുത്തടുത്ത് വരുന്ന സംഖ്യകളുടെ പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അതായത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അടുത്തടുത്ത് വരുന്ന ഒരു 4 നാച്ചുറൽ നമ്പർ എടുത്തോ. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് എന്താ? 1, അതുപോലെ തന്നെ 2, 3, 4 എന്ന് എടുത്തോ. ഓക്കെ അല്ലേ? ഇതാണ് പ്രൊഡക്റ്റ്. ഒരു എക്സാമ്പിൾ എടുത്താണ്. ഈ സംഖ്യനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതാ? നോക്കിക്കോ, 2 × 3 6, 6 4 24. 24 ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത്. അതായത് 24 എന്ന് പറയുന്ന സംഖ്യനെ ഡിവൈഡ് ചെയ്യാൻ 6 കൊണ്ട് പറ്റും, 12 കൊണ്ട് പറ്റും, 24 കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ 3 ഓപ്ഷൻ വന്നു. അടുത്തൊരു 3 ഡിജിറ്റ് എടുത്തോ. സിമ്പിളായിട്ട് എടുക്കാം. 2 × 3 × 4 × 5. ഇത് 4 കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ്.
2 ഇൻറ്റു 3 6, 6 4 24, 24 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 120. 120നെ ഡിവൈഡ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റും? 120നെ ഡിവൈഡ് ചെയ്യാൻ ഇതുകൊണ്ടൊക്കെ പറ്റും. 6 കൊണ്ട് പറ്റും, 12 കൊണ്ട് പറ്റും, 24 കൊണ്ട് പറ്റും. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ? ഗ്രേറ്റസ്റ്റ് നാച്ചുറൽ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഗ്രേറ്റസ്റ്റ് നാച്ചുറൽ നമ്പർ? 6, 12, 24. ഇതിലേതാ ഗ്രേറ്റസ്റ്റ്? 24 ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ, വളരെ ഈസി. ഇത് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മാർക്ക് ചെയ്യായിരുന്നു. നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയതാണ് കേട്ടോ. ഗോട്ട് ഇറ്റ്? സെറ്റാണ്. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പറുകളെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നമ്പർ. 24നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാ? 24 തന്നെയാണ്. ഗോട്ട് ഇറ്റ്? സെറ്റാണല്ലോ. ക്ലിയർ ആണ്? മനസ്സിലാക്കുക. യെസ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് സോൾവ് ദിസ് വൺ. ഇതെന്താ വരുന്നത്? എന്താണ് വരുന്നത്? ഓക്കെ, മനസ്സിലാക്കുക. എന്താണ് വരുന്നത്? സം ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 51 ആൻഡ് 100. 51നും 100നും ഇടയിലുള്ള എല്ലാ പ്രൈം നമ്പേഴ്സിൻ്റെയും സമ്മാണ് ചോദിക്കുന്നത്. എന്ത് വരും? ഇതാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. 4 ഓപ്ഷൻസ് ഉള്ളത് 725, 683, 732, 687. എടാ മനസ്സിലാക്കുക, 51നും 100നും ഇടയിൽ, 51നും 100നും ഇടയിൽ, അല്ലെങ്കിൽ 50നും 100നും ഇടയിൽ എത്ര പ്രൈം നമ്പറുകളുണ്ട്? എത്ര പ്രൈം നമ്പർ ഉണ്ട്? 51 പ്രൈം നമ്പർ അല്ലല്ലോ. അല്ല, കാരണം 17 ഇൻറ്റു 3 ആണ് 51. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 2 ഫാക്ടർ ഉണ്ടാവാൻ പാടുള്ളൂ. അതൊക്കെ നമുക്കറിയാം. 50നും 100നും ഇടയിൽ എത്ര പ്രൈം നമ്പർ ഉണ്ടെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കിക്കോ, 10 പ്രൈം നമ്പറുകളുണ്ട്. 10 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. 10 പ്രൈം നമ്പറുകളാണുള്ളത്. 50നും 100നും ഇടയിൽ 10 പ്രൈം നമ്പർ. 0നും 50നും ഇടയിൽ 15 പ്രൈം നമ്പർ. 0നും 100നും ഇടയിൽ 25 പ്രൈം നമ്പർ. ഇത് ഓർത്ത് വയ്ക്കണം, മനസ്സിലാക്കുക. 51ന് ശേഷമുള്ള എല്ലാ പ്രൈം നമ്പറുകളും എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് ആണല്ലോ. ഓഡ് നമ്പേഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? എല്ലാ പ്രൈം നമ്പറുകളും 50ന് ശേഷമുള്ള എല്ലാ പ്രൈം നമ്പറും എന്താണ്? ഓഡ് പ്രൈം നമ്പർ ആണ്. ആകെയുള്ള ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ 2 മാത്രമാണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 മാത്രമാണ് ഈവൻ പ്രൈം നമ്പർ. ബാക്കി എല്ലാ പ്രൈം നമ്പറുകളും, ബാക്കി എല്ലാ അഭാജ്യ സംഖ്യകളും ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സ് ആണ്. മനസ്സിലാക്കണം. 10 ഓഡ് സംഖ്യകളെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെ. 10 പ്രൈം നമ്പറുകളാണ് ഇതിന്റെ രണ്ടിനും ഇടയിലുള്ളത്. അതിനെല്ലാം ആഡ് ചെയ്യണം എന്നുള്ളതാണ് പ്രോസസ്സ്. ശ്രദ്ധിച്ചു നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 10 ഒറ്റ സംഖ്യകളെ ആഡ് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കുക, 2 ഒറ്റ സംഖ്യകളെ ആഡ് ചെയ്തു. ഓഡ് നമ്പർ പ്ലസ് ഓഡ് നമ്പർ. ഈ 2 ഒറ്റ സംഖ്യകളെ ആഡ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കുക, ഏതെങ്കിലും 2 ഒറ്റ സംഖ്യ 3 + 5. 3 + 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8. 8 എന്ന് പറയുന്ന സമ്മ് എന്തിൻ്റെ സമ്മ്? എടാ, 2 ഒറ്റ സംഖ്യകളുടെ സമ്മ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈവൺ നമ്പർ ആയിരിക്കും. ഈവൺ നമ്പർ ആയിരിക്കും. മനസ്സിലാക്കുക, 2 ഒറ്റ സംഖ്യകളുടെ തുക ഈവൺ നമ്പർ ആയിരിക്കും. ക്ലിയർ അല്ലേ? 2 ഒറ്റ സംഖ്യകളുടെ തുക. അപ്പൊ നമുക്ക് എന്താണ്? ഇവിടെ 2 ഒറ്റ സംഖ്യകളെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ 2 പ്രൈം നമ്പേഴ്സിന്റെ തുക എന്തായിരിക്കും? ഈവൺ നമ്പർ ആയിരിക്കും. വീണ്ടും എന്താണ്? 2 ഒറ്റ സംഖ്യകളെ ആഡ് ചെയ്യുന്നുണ്ട്. 2 പ്രൈം നമ്പറിനെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഈവൺ ആയിരിക്കും. വീണ്ടും എന്താണ്? 2 പ്രൈം നമ്പറുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അതും എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. അങ്ങനെ എത്ര സെറ്റുകൾ വരും? 2 നമ്പർ 2 നമ്പർ 2 നമ്പർ. അപ്പൊ എത്രണ്ണായി? 6 എണ്ണമായി. 2 സെറ്റും കൂടെ വരും. കാരണം ടോട്ടല് 10 പ്രൈം നമ്പർ ഉള്ളത്. അപ്പൊ എന്ത് വരും? 5 2 പ്രൈം നമ്പറുകളുടെ സെറ്റ് വരും. 2 പ്രൈം നമ്പറിന്റെ 5 സെറ്റ് വരും. എടാ, 2 പ്രൈം നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഈവൺ നമ്പർ ആണ്. അടുത്ത 2 പ്രൈം നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഈവൺ നമ്പർ ആണ്. അടുത്ത 2 പ്രൈം നമ്പർ ആഡ് ചെയ്യുമ്പോഴും 2 പ്രൈം നമ്പറും ഓടല്ലേ, ഒറ്റ സംഖ്യയല്ലേ. ആഡ് ചെയ്യുമ്പോൾ ഇരട്ട സംഖ്യയല്ലേ. അതെ, ടോട്ടൽ സം എന്ന് പറയുന്നത് ഈവൺ പ്ലസ് ഈവൺ പ്ലസ് ഈവൺ പ്ലസ് ഈവൺ പ്ലസ് ഈവൺ. 5 ഈവണുകൾ ആഡ് ചെയ്യുന്നു. 5 ഈവൺ നമ്പറുകൾ. എടാ, ഈവൺ നമ്പറിനെ എത്ര വേണമെങ്കിലും നിങ്ങൾ ആഡ് ചെയ്തോ. ഈവൺ നമ്പർ എത്ര വേണമെങ്കിലും ആഡ് ചെയ്തോ. ഫോർ എക്സാമ്പിൾ 2 + 4 + 8 ആഡ് ചെയ്താൽ എന്താ പറയുക? 14 ഈവൺ നമ്പറാണ്. ഈവൺ നമ്പറുകളെ എത്ര തന്നെ ആഡ് ചെയ്താലും ഈവൺ ആണ് വരിക. സോ നമുക്കറിയാം ഇതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? സം എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആയിരിക്കും. ഈവൺ നമ്പർ ആണ് ഇവിടെ സം എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക, ഈവൺ നമ്പർ ആണ് ഇതിന്റെ തുകയെങ്കിൽ 725 അല്ല, 683 അല്ല, 687 അല്ല. ഓപ്ഷൻ ബി ഇസ് ദ ഓൺലി വൺ ഈവൺ നമ്പർ എമംഗ് ദിസ് ഓപ്ഷൻ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഗോട്ട് ഇറ്റ്? ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക, ചോദിക്കാറുണ്ട്. ദിസ് ഇസ് എ തിങ് ആൻഡ് സോൾവ് ദിസ് വൺ. സോൾവ് ദിസ് വൺ. ഫൈൻഡ് ദ റിമൈൻഡർ. ഫൈൻഡ് ദ റിമൈൻഡർ എന്താ വരുന്നത്? ഇതിനെ ഏതാണ്? 49, 51, 54, 37, 123. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ.
ശ്രദ്ധിക്കണേ, ഏതൊക്കെയാണ്? 49, നമുക്ക് സംഖ്യകൾ എഴുതാം. 49, 51, 54, അതുപോലെ തന്നെ 37, 123 അല്ലേ? ഈ സംഖ്യകളെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ചോദ്യം. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്, മനസ്സിലാക്കുക. റിമൈൻഡർ എന്ന് പറയുമ്പോൾ ശിഷ്ടം നമുക്കറിയാം അല്ലെ, ഡിവിഷനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ശിഷ്ടം വരുമ്പോൾ. എടാ 24 കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോകാത്ത സംഖ്യകളാണ് ഇവിടെ തന്നിരിക്കുന്നതല്ല അല്ലേ. 24 ഇവിടെ 48 ആയിരുന്നുവെങ്കിൽ, 49 പകരം 48 ആയിരുന്നുവെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോയേനെ. കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോയാൽ റിമൈൻഡർ എത്രയാണ്? 0 എന്ന് പറഞ്ഞേനെ. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ 38നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ എത്രയാണ്? നമുക്കറിയാം 7 തവണ 35, ബാക്കി എന്ത് വന്നു? 3 റിമൈൻഡർ ആയിട്ട് വന്നു. 3 റിമൈൻഡർ ആയിട്ട് വരുന്നുണ്ട്. അതായത് 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 35നേക്കാൾ ഇവിടെ എത്ര കൂടുതലാണ്? 35നേക്കാൾ എത്ര കൂടുതലാണ്? 3 കൂടുതലാണ്. ആ കൂടുതലുള്ള 3നെയാണ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്. ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യയുടെ മൾട്ടിപ്പിളിനേക്കാൾ എത്ര കൂടുതലാണ് ആ ന്യൂമറേറ്റർ, ആ കൂടുതലുള്ളതാണ് ബാക്കി വരിക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിവിസിബിലിറ്റിയുടെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മതി, നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 48നേക്കാൾ എത്ര കൂടുതലാണ്? 1 കൂടുതലാണ്. സോ 1 ആണ് ഇവിടുത്തെ റിമൈൻഡർ. ക്ലിയർ അല്ലേ? ഇവിടെ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, റിമൈൻഡർ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 48നേക്കാൾ എത്ര കൂടുതലാണ്? 3 കൂടുതലാണ്. അതുകൊണ്ട് 3 ആണ് ഇതിൻ്റെ റിമൈൻഡർ. ഇൻറ്റു 54, 48 വരെയാണെങ്കിൽ പോവും. 48 കഴിഞ്ഞാൽ 6 കൂടുതലാണ് 54ന്. ആ 6 ആണ് ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത്. 6 റിമൈൻഡർ. ഇൻറ്റു 37, 24ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 24നേക്കാൾ എത്ര കൂടുതലാണ്? 13 കൂടുതലാണ്. സോ 13 ആയിരിക്കും ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത്. 123. എടാ 24 ഇൻറ്റു 5 ആണെങ്കിൽ എന്ത് വന്നേനെ? 120 ആണ്. 120ലെ 24 കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോവും. ഇവിടെ 3 കൂടുതലാണ്. സോ എന്ത് വരും? 3 ആണ് ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് 123. സോ റിമൈൻഡറുകൾ എന്താണ് വന്നിരിക്കുന്നത്? 1 ഇൻറ്റു 3 ഇൻറ്റു 6 ഇൻറ്റു 13 ഇൻറ്റു 3. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ പ്രൊഡക്റ്റ് ആണ് റിമൈൻഡർ എന്ന് പറയുന്നത്. നമുക്കറിയാം റിമൈൻഡർ എന്ന് പറയുന്നത് എപ്പോഴും, ശ്രദ്ധിക്കണേ, റിമൈൻഡർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഡിവൈസറിനേക്കാൾ ചെറുതായിരിക്കണം. ഡിവൈഡ് ചെയ്യുന്ന ഡിവൈസറിനേക്കാൾ ചെറുതായിരിക്കണം. അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് എപ്പോഴും ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ 24നേക്കാൾ ചെറുതായിരിക്കണം. റിമൈൻഡർ തിയറത്തിന്റെ ബേസിക് കണ്ടീഷനാണ് റിമൈൻഡർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഡിവൈസർ. അതായിരിക്കണം. ഇവിടെ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് റിമൈൻഡർ ആണ്. ഇതെന്തായാലും 24നേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് ഒരു തവണ കൂടെ ഡിവൈഡ് ചെയ്യണം. ശ്രദ്ധിച്ചോ, വെട്ടിക്കളഞ്ഞ് ചെയ്യാം. ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകണ്ട, അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. ശ്രദ്ധിച്ചോ, 6 ഇൻറ്റു 8 എത്ര വരും? 8 48 അല്ലേ? സോറി, 6 ഇൻറ്റു 8 അല്ല, 6 ഇൻറ്റു 3 18. 18 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 54. 54 ഇൻറ്റു 13, 54 ഇൻറ്റു 13 ആണല്ലോ. സോ 54 ഇൻറ്റു 13നെ വീണ്ടും 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്? 24നേക്കാൾ ചെറിയ ശിഷ്ടം വരുന്നത് വരെ ഡിവൈഡ് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. സോ 24നെ നമ്മൾ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്താൽ, ഞാനിതിന് സൈഡിലേക്ക് വരയ്ക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ സ്പേസ് ഇല്ല നമുക്ക്, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ശ്രദ്ധിക്കും. 24 54നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 48 കംപ്ലീറ്റ് ആയിട്ട് പോകും. 48നേക്കാൾ 6 കൂടുതലാണ്. ഇവിടെ 6 കൂടുതലാണ്. ഇവിടെ എത്രയാണ്? 13നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരാം നമുക്ക്? റിമൈൻഡർ എത്രയാണ്? 13 തന്നെയാണ് റിമൈൻഡർ. ക്ലിയർ ആണല്ലോ? 13 തന്നെയാണ് റിമൈൻഡർ. 6 ഇൻറ്റു 13 60, 6 3 18 എത്രയാണ്? 78. 78 റിമൈൻഡർ ആയിട്ട് വരുമോ? വരില്ല. കാരണം 24നേക്കാൾ വലുതാണ്. വീണ്ടും 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 24 ഇൻറ്റു 3 72 ആണ്. 72നേക്കാൾ എത്ര കൂടുതലാണ്? 6 കൂടുതലാണ് ഇവിടെ. സോ 6 കൂടുതലാണ്. സോ വാട്ട് ഈസ് ദ റിമൈൻഡർ? 6 ഈസ് ദ ഫൈനൽ റിമൈൻഡർ. 6 ആയിരിക്കും ഇവിടെ വരുന്ന ഫൈനൽ റിമൈൻഡർ എന്ന് പറയുന്നത്. എത്രയാണ്? 6 ആണെന്ന് മനസ്സിലാക്കുക. സോ ദാറ്റ് ഈസ് വാട്ട് 6 ഈസ് ദ റിമൈൻഡർ. 6 ആണ് ഫൈനൽ റിമൈൻഡർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഈ 13നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 13 റിമൈൻഡർ വന്നതെന്നുള്ളത്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ശ്രദ്ധിക്കണേ, 13നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇതാണല്ലോ പ്രോസസ്സ്. 13നേക്കാൾ ചെറുതായിട്ടുള്ള 24ന്റെ മൾട്ടിപ്പിൾ ഏതാ? ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല അല്ലേ? 13നേക്കാൾ ചെറുതായിട്ടുള്ള 24ന്റെ മൾട്ടിപ്പിൾ ഇല്ല. സോ 0 ആഡ് ചെയ്തു. എന്താണ് 0? 13ൽ നിന്ന് 0 കുറച്ചാൽ എന്ത് വരും? 13 വരും. സോ 13 ആണ് റിമൈൻഡർ. മനസ്സിലാക്കുക,
ഒരു ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരുന്ന റിമൈൻഡർ ചെറിയ സംഖ്യ തന്നെയായിരിക്കും. ഏത് ചെറിയ സംഖ്യ വേണമെങ്കിലും എടുത്തോ, ഏത് സംഖ്യ വേണമെങ്കിലും എടുത്തോ. ഫോർ എക്സാമ്പിൾ 98 ഡിവൈഡഡ് ബൈ 99, റിമൈൻഡർ എത്രയാ? 98 തന്നെയാണ് റിമൈൻഡർ. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഇതാണ് പോസിറ്റീവ് റിമൈൻഡറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ. ഇനി നെഗറ്റീവ് റിമൈൻഡറിന്റെ കേസ് വരുന്നുണ്ട്, മനസ്സിലാക്കാം. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ചെറിയ സംഖ്യ ഇപ്പൊ 2024 ഡിവൈഡഡ് ബൈ 2025 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന റിമൈൻഡർ എത്രയാ? 2024 എന്ന് പറയുന്ന ചെറിയ സംഖ്യ ന്യൂമറേറ്ററിനെ തന്നെ റിമൈൻഡർ ആയിട്ട് എടുത്തു. അത് തന്നെയാണ് ശിഷ്ടം. ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. What percentage of numbers from 1 to 70 both included have 1 or 7 in its unit digit? അതായത് 1 നും 70 നും ഇടയിലുള്ള എത്ര ശതമാനം സംഖ്യകളിലാണ് അവസാന അക്കം 1 അല്ലെങ്കിൽ 7 വരുന്നത്? രണ്ട് സംഖ്യയും പരിഗണിക്കാം. ഇതാണ് ക്വസ്റ്റ്യന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് 1 മുതൽ 70 വരെയുള്ള സംഖ്യകളുടെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 1 ആയിരിക്കണം, 7 ആയിരിക്കണം. നമുക്ക് പറയാം ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 1ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 തന്നെയാണ്. 11 ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. 21 ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. 31 ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. ഇങ്ങനെ ഏത് വരെ പോവും? 61 വരെ പോവും, അല്ല 61 വരെ. ക്ലിയർ ആണല്ലോ. ഇതാണ് 1 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന സംഖ്യകളാണിത്, അല്ലേ? അതുപോലെ തന്നെ 7 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് 7 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് 7 വരും. 17 ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. 27 ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. 37 ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. 47 ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. അങ്ങനെ ഏത് വരെ വരും? 67 വരെ വരും. ക്ലിയർ ആണല്ലോ. 67 വരെ വരും. യൂണിറ്റ് ഡിജിറ്റ് മാത്രമാണ് 1 അല്ലെങ്കിൽ 7 വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് വരുന്നത്. പാടുള്ളൂ എന്നല്ല, അത് വരുന്നത്. ഓക്കെ. സോ ഇവിടെ ഫസ്റ്റ് സെറ്റ് ഓഫ് സംഖ്യകളിൽ എത്ര സംഖ്യയാണ് വരുന്നത്? 1, 2, 3, 21 3 എണ്ണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 61 എത്ര സംഖ്യ ഉണ്ട്? എത്ര സംഖ്യ ഉണ്ടാ? 7 സംഖ്യകളാണ് ഇവിടെ വരുന്നത്. ഇതിലും എത്രയാണ്? 7 നമ്പേഴ്സാണ് വരുന്നത്. സോ ടോട്ടൽ എത്ര വരും? 7 + 7 14 സംഖ്യകളുടെ ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലെങ്കിൽ എന്തായിരിക്കും? 7 ആയിരിക്കും. സോ മനസ്സിലാക്കുക, 14 സംഖ്യകളാണ് ടോട്ടൽ. ആ കണ്ടീഷൻ പറയുന്നത് എത്ര സംഖ്യകൾ ടോട്ടൽ ഉണ്ട്? 1 മുതൽ 70 വരെ എന്ന് പറയുമ്പോൾ 70 സംഖ്യകൾ ടോട്ടൽ ഉണ്ട്. സോ ഇതാണ് ഫ്രാക്ഷൻ വരുന്നത്. നമുക്കറിയാം ഈ ഫ്രാക്ഷനെ പേഴ്സൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പേഴ്സൻറ്റേജ് കിട്ടും. പേഴ്സൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. 14 7 2 തവണ, ഇവിടെ 10 തവണ. 10 എന്ന് പറയുന്നത് 100 10 തവണ. സോ 2 × 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20% സംഖ്യകളുടെ അവസാന അക്കം എന്ന് പറയുന്നത് ഒന്നുകിൽ 7 അല്ലെങ്കിൽ 1 ആയിരിക്കും. ബോത്ത് ആർ ഇൻക്ലൂഡഡ്. അല്ലെങ്കിൽ 7 എന്നല്ല, 1 അല്ലെങ്കിൽ 7 എന്നല്ല, 1 അല്ലെങ്കിൽ 7. അത് തന്നെയല്ലേ ഞാൻ വീണ്ടും പറഞ്ഞല്ലേ. ഓക്കെ, രണ്ടും വന്നതുകൊണ്ടും പ്രശ്നം. ഇപ്പൊ 11 എന്ന് പറയുമ്പോൾ ടെൻസ് ഡിജിറ്റും യൂണിറ്റ് ഡിജിറ്റും തന്നെയാണ്, 1 തന്നെയാണ്. 77 എന്ന് പറയുമ്പോൾ ടെൻസ് ഡിജിറ്റും യൂണിറ്റ് ഡിജിറ്റും തന്നെയാണ്, 7 തന്നെയാണ്. സോ ആ കണ്ടീഷൻസ് എല്ലാം നമുക്ക് എടുക്കാം. 20% ആയിരിക്കും സംഖ്യകൾ എന്ന് പറയുന്നത്, നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ദിസ് ഈസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സീരിയസ്. അതായത് മനസ്സിലാക്കുക, 111/2024 ഇതിനെ എന്ത് ചെയ്യുക? 112 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വരുന്ന റിമൈൻഡർ ആണ് ചോദ്യം. സിമ്പിൾ, വെരി സിമ്പിൾ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സംഖ്യ കേട്ടോ, 111. നമ്മൾ പറഞ്ഞു 111 എന്തായിട്ട് 112 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എത്രയാണ്? ചെറിയ സംഖ്യ ആയിട്ടുള്ള 111 തന്നെയാണ് റിമൈൻഡർ. സോ ഇതാണ് പോസിറ്റീവ് റിമൈൻഡർ എന്ന് പറയുന്നത്. 111 റിമൈൻഡർ പോസിറ്റീവ് ആണല്ലോ, പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് റിമൈൻഡർ കിട്ടി. എന്നാൽ ഇതല്ല, നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് വയ്ക്കുക നമ്മുടെ മൈൻഡിലേക്ക്. 111 ഡിവൈഡഡ് ബൈ 112. ഓക്കെ അല്ലേ? സോ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എന്ത് എഴുതണം? 111ന്റെ ഒരു മൾട്ടിപ്പിൾ എഴുതണം. 112ന്റെ അല്ലേ, 112ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ഇവിടെ എഴുതേണ്ടത്. എന്നിട്ട് 111ൽ നിന്ന് ഈ മൾട്ടിപ്പിൾ കുറച്ചിട്ട് ബാക്കി വരുന്നതാണ് റിമൈൻഡർ. ഇതാണ് ബേസിക് ഡിവിഷൻ പ്രോസസ്സ്. 112ന്റെ ഒരു മൾട്ടിപ്പിൾ ഏതാ? 112ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 112 തന്നെയാണ്. ഞാൻ അത് ഇട്ടു. ഓക്കെ, 111ൽ നിന്ന് 112 കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 111ൽ നിന്ന് 112 കുറച്ച് കഴിഞ്ഞാൽ -1 വരും. ഈ -1 എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് റിമൈൻഡർ ആണ്. ക്ലിയർ ആണല്ലോ? നെഗറ്റീവ് റിമൈൻഡർ ആണ് അല്ലേ, -1. ഈ -1നെ നമ്മൾ പ്രോബ്ലംസ് ഇൻ ബിറ്റ്വീൻ ചെയ്യാനായിട്ട്, ഒരു ഓപ്പറേഷന്റെ ഇടയിൽ ചെയ്യാനായിട്ട് ഈ മൈനസ് റിമൈൻഡർ കൺസിഡർ ചെയ്യാം. പക്ഷേ ഫൈനൽ റിമൈൻഡർ ഷുഡ് ബി, ആ ചോദ്യത്തിന്റെ അവസാന റിമൈൻഡർ എപ്പോഴും പോസിറ്റീവ് സംഖ്യ ആയിരിക്കണം. ക്ലിയർ? അതായത്
111 ശ്രദ്ധിച്ചോട്ടാ 112 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്നുണ്ട്. ഏതാണ്? ന്യൂമറേറ്റർ ആയിട്ടുള്ള 111 പോസിറ്റീവ് റിമൈൻഡറും ഓക്കെ, നെഗറ്റീവ് റിമൈൻഡർ ആയിട്ടുള്ള എന്ത് വരും? -1 വരും. ക്ലിയർ ആണല്ലോ? അതായത് മനസ്സിലാക്കിക്കോ, നെഗറ്റീവ് റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് റിമൈൻഡർ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? 112 നിന്ന് ആ നെഗറ്റീവ് റിമൈൻഡറിനെ ആഡ് ചെയ്യുക. 112 -1 ചെയ്താൽ എന്ത് കിട്ടും? പോസിറ്റീവ് റിമൈൻഡർ കിട്ടും. 111 കിട്ടും. ക്ലിയർ അല്ലേ? ഇനി പോസിറ്റീവ് റിമൈൻഡർ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ, 112 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് റിമൈൻഡർ കിട്ടിയാൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 111 112 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ആ 1-ന് മൈനസ് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? നെഗറ്റീവ് റിമൈൻഡർ കിട്ടും. അതായത് റിമൈൻഡറും ഡിവൈസറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആ റിമൈൻഡർ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഓപ്പോസിറ്റ് സൈനിലുള്ള റിമൈൻഡർ എന്നുള്ളത് മനസ്സിലാക്കുക. 111 112 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ഇവിടെ വേണ്ടത് എന്താണ്? നെഗറ്റീവ് റിമൈൻഡർ കണ്ടുപിടിക്കണം. അതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്താൽ മൈനസ് നെഗറ്റീവ് റിമൈൻഡർ കിട്ടി. ഇനി നെഗറ്റീവ് റിമൈൻഡർ ആണ് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. 112 112 1 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 111 ആണ്. അതിനൊരു പ്ലസ് ഇട്ട് കൊടുത്താൽ പോസിറ്റീവ് റിമൈൻഡർ കിട്ടി. ഗോട്ട് ഇറ്റ്? ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിളോടെ പറയാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒരിക്കലും വരാൻ പാടില്ല. നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. 38 ഡിവൈഡഡ് ബൈ 7 എത്ര റിമൈൻഡർ? പോസിറ്റീവ് റിമൈൻഡർ 5 ആണ്. ഓക്കെ അല്ലേ? 5 ആണ് പോസിറ്റീവ് റിമൈൻഡർ എന്ന് പറയുന്നത്. നെഗറ്റീവ് റിമൈൻഡർ കിട്ടാൻ 5ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ് അല്ലേ? 2 ഇട്ട് കൊടുക്കുക. നെഗറ്റീവ് റിമൈൻഡർ അല്ലേ? ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. -2 ആയിരിക്കും നെഗറ്റീവ് റിമൈൻഡർ. ക്ലിയർ? ശ്രദ്ധിച്ചോ. 38 അഞ്ചല്ല നമുക്കിവിടെ സോറി 38 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ എത്രയാണ് റിമൈൻഡർ? നമുക്കറിയാം 3 ആണ് റിമൈൻഡർ. പോസിറ്റീവ് റിമൈൻഡർ 3 ആണ്. നെഗറ്റീവ് റിമൈൻഡർ കിട്ടാൻ എന്താണ്? 7 3 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 7 3 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 ആയിരിക്കും നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറയുന്നത്. നെഗറ്റീവ് റിമൈൻഡർ 4 ആയിരിക്കും. ക്ലിയർ അല്ലേ? 35 3 കൂടുതലാണ് 38. നെഗറ്റീവ് റിമൈൻഡർ കിട്ടാൻ എന്താണ്? 7 3 തമ്മിലുള്ള ഡിഫറൻസ് -4 മൈനസ് ഇട്ട് കൊടുക്കുക. അതായത് മനസ്സിലാക്കണം, 38 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ നെഗറ്റീവ് റിമൈൻഡർ ആയിട്ട് -4 കിട്ടിയാൽ പോസിറ്റീവ് റിമൈൻഡർ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ 4ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. പോസിറ്റീവ് റിമൈൻഡർ അല്ലേ? +3 ഇടുക. ഇതായിരിക്കും പ്രോസസ്സ്. ക്ലിയർ അല്ലേ? ഇതും എടുക്കാം. പക്ഷെ ഫൈനൽ റിമൈൻഡർ ഷുഡ് ബി പോസിറ്റീവ്. ക്ലിയർ ആണല്ലോ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എടാ, ഇവിടെ ഒരു 111നെ 112 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് റിമൈൻഡർ? ഒരു 111നെ 112 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്? ഒന്നുകിൽ 111 അല്ലെങ്കിൽ എന്ത് വരും? -1 റിമൈൻഡർ ആയിട്ട് വരും. അതായത് മനസ്സിലാക്കുക, ഇവിടെ 2024 111കളെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കുക, 111 × 111 × 111 × 111 എന്ന് പറഞ്ഞിട്ട് എത്ര? 2024 111കളെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതിലെ ഒരു 111നെ 112 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? -1 ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്താൽ -1 ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്താൽ -1 ആണ്. ഈ -1കളെല്ലാം എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യണം? 2024 111കളുണ്ട്. അതുകൊണ്ട് തന്നെ 2024 ടൈംസ് നമ്മൾ -1നെ -1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് റിമൈൻഡർ എന്ന് പറയുന്നത് -1 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യണം? 2024 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് റിമൈൻഡർ. ദാറ്റ് മീൻസ് വാട്ട്? +1 ആയിരിക്കും റിമൈൻഡർ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് വാട്ട്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി 1 ആയിരിക്കും ശരി ഉത്തരം. എടാ, ഒരു മൈനസ് ആയിട്ടുള്ള സംഖ്യേനെ മനസ്സിലാക്ക്, -1നെ അല്ലെങ്കിൽ മൈനസ് ആയിട്ടുള്ള ഒരു സംഖ്യയുടെ പവർ ഓഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? -1 ആയിരിക്കും. -1ന്റെ പവർ എന്ന് പറയുന്നത് ഈവൺ സംഖ്യ ആണെങ്കിൽ എന്തായിരിക്കും? +1 ആയിരിക്കും റിമൈൻഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ +1 ആയിരിക്കും അല്ലേ? പവർ ഈവൺ വന്നാൽ മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആവും. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്പർ സിസ്റ്റത്തിൽ ഉദ്ദേശിക്കുന്നത്. LCM HCFിലെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു നമ്പർ സിസ്റ്റത്തിനും LCM HCFിനെയും ക്ലബ് ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോ ആക്കാം. പക്ഷെ വേണ്ട, നമ്പർ സിസ്റ്റത്തിൽ ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും ക്ലാസ്സുകളായിട്ട് വരും. സോ അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞത് ജോമെട്രി എടുത്തു കഴിഞ്ഞു, ഓൾജിബ്ര കഴിഞ്ഞു, അതുപോലെ തന്നെ മെൻസുറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്പർ സിസ്റ്റം, ഇനി ട്രിഗണോമെട്രി ഉണ്ട്, പേഴ്സൻറ്റേജ് ഉണ്ട്, റേഷ്യോ ഉണ്ട്, ടൈം ആൻഡ് വർക്ക്, ടൈം സ്പീഡ് ഡിസ്റ്റൻസ്, SICI, ആവറേജ്, മിക്സർ ആൻഡ് അലിഗേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷം റെയിൽവേക്ക് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ ഇപ്പോൾ NTPCയുടെ 12th അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ഒരു ഷോർട്സിൽ പറഞ്ഞതാണ്, എന്താണ് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത്
2 എക്സാമിനും കൂടിയിട്ട് 1 കോടിയിലധികം എക്സ്പീരിയൻസ്. എഫക്റ്റീവിൽ അത്ര വരുന്നില്ലെങ്കിലും അത്രയും കോമ്പറ്റീഷൻ അവിടെ നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കണം. അല്ലാതെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ഭയങ്കര കംഫർട്ടായിട്ട് ഓക്കെ ഞാൻ എല്ലാം പഠിച്ചു എന്ന് നമ്മുടെ മനസാക്ഷിയോട് കള്ളം പറഞ്ഞ് പഠിച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? കുറച്ച് മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തേ മതിയാവൂ. നിങ്ങൾക്കൊരു റെയിൽവേയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ SSC പോലുള്ള എക്സാമുകൾക്ക് ഒരു ഇൻകം ടാക്സ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള വെൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻസിൽ ഇരിക്കണമെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അല്ലാത്ത പക്ഷം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പോയിട്ട് കട്ട് ഓഫിന്റെ അടുത്ത് പോലും എത്താൻ പറ്റൂല. സോ മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ദാറ്റ് ഇസ് വെരി മാൻഡേറ്ററി. അപ്പോൾ എല്ലാവരും ഈ നോട്ടുകളും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവരും പഠിക്കണം, എല്ലാവരും സർവീസിൽ കയറണം. സോ നോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ മാത്സ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അവിടെ നമ്മൾ നോട്ടുകൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചെറിയൊരു താമസം എന്താണെങ്കിൽ നമ്മുടെ ഈ വീഡിയോന്റെ ലിങ്കും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിന്റെ താഴെ വെക്കുന്നുണ്ട്. കാരണം ഇത് ഷെയർ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നേരെ പോയിട്ട് ആ ലിങ്കിലേക്ക് അല്ലെങ്കിൽ ആ ലിങ്ക് PDF-ലുള്ള ആ ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ നേരെ യൂട്യൂബിൽ ആ വീഡിയോയിലേക്ക് ഡൈവേർട്ട് ആയിട്ട് ആ സൊല്യൂഷൻ മൊത്തം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടണമെങ്കിൽ ആ ലിങ്കും കൂടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് പേസ്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഞാൻ ഒന്ന് സെറ്റായിട്ട് കുറച്ച് സ്ലോ പ്രോസസ്സാണ്, എല്ലാം തന്നെ ചെയ്യണതുകൊണ്ട് കുറച്ച് സ്ലോ ഉണ്ട്. പക്ഷേ സ്ലോ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ ഡെഫിനറ്റ് ആയിട്ട് കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് മാക്സിമം എഫേർട്ട് ഇടുന്നത്. സോ ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. നമ്പർ സിസ്റ്റം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ബൈ. താങ്ക് യു.